ഇനി മുതൽ ആധാരം വാങ്ങില്ല. സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികളിലെ വീടുകൾ വിൽക്കുന്നതിനും പണയപ്പെടുത്തുന്നതിനും ഇളവ്. സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും പണയപ്പെടുത്തുന്നതിനുമുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ഇനി മുതൽ വീടിന്റെ ആധാരം വാങ്ങില്ല. നിലവിൽ കൈവശമുള്ള ആധാരങ്ങൾ തിരികെ നൽകാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും പണയപ്പെടുത്തുന്നതിനുമുള്ള വ്യവസ്ഥകൾ പലതായിരുന്നു. ഇവ ഏകീകരിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ്. വീടുകൾ വിൽക്കുന്നതിനും പണയപ്പെടുത്തുന്നതിനുമുള്ള കാലാവധി 7 വർഷമാക്കി ചുരുക്കി. വീടിന്റെ ആധാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങിവെക്കേണ്ടതില്ല. നിലവിൽ കൈവശമുള്ള ആധാരങ്ങൾ തിരികെ നൽകണം. അപേക്ഷകന്റെ പേരിലുള്ള കരാർ റദ്ദ് ചെയ്ത് നൽകാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ പുതിയ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വീണ്ടും പരിഗണിക്കാനുള്ള കാലാവധി 5 വർഷമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിൽ. തിരുവനന്തപുരം മംഗലാപുരത്ത് മധ്യവയസ്കയുടെ മാല പൊട്ടിച്ച പ്രതി അറസ്റ്റിൽ. കഴക്കൂട്ടം സ്വദേശി സുജിത്തിനെയാണ് മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂണിനായിരുന്നു മംഗലാപുരം ഇടവിളാകം PS ഭവനിൽ സുനിതയുടെ താലിമാല ബൈക്കിലെത്തിയ പ്രതി കവർന്നത്. സുനിത പോത്തൻകോട് കടയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് ഭക്ഷണവുമായി പോകുമ്പോഴായിരുന്നു സംഭവം. നിരവധി കേസിൽ പ്രതിയാണ് സുജിത്ത്. തിരുവനന്തപുരത്തെ നിരവധി കേസുകളിലും പ്രതിക്ക് MDMA ഉൾപ്പെടെയുള്ള കേസിലും നിലവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നടത്തിയ ചോദ്യം ചെയ്യലാണ് മാല പൊട്ടിച്ച കാര്യം പ്രതി വെളിപ്പെടുത്തിയത്. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് അപകടം. യുവാവ് മരിച്ചു. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കൈപ്പട്ടൂർ ചാക്കശ്ശേരിയിൽ വീട്ടിൽ N ബാലകൃഷ്ണപിള്ളയുടെ മകൻ CB അഖിലാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. രാത്രി 7:20 കൈപ്പട്ടൂർ കുരിശുകവലയ്ക്ക് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്ന അഖിലിന്റെ ഇരുചക്ര വാഹനം നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന യൂണിയൻ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുമ്പോഴാണ് അപകടം നടന്നത്. ബൈക്കിൽ നിന്ന് തലയിടിച്ച് വീണ യുവാവ് തൽക്ഷണം മരിച്ചു. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ട്രെയിനിന് നേരെ കല്ലേറ്, ഒരാൾക്ക് പരിക്ക്. മലപ്പുറം കുറ്റിപ്പുറത്ത് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരന് പരിക്കേറ്റു. മംഗലാപുരം മെയിലിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറ് ട്രെയിനിലെ യാത്രക്കാരനായിരുന്ന ചാവക്കാട് സ്വദേശി RV ഷറഫുദ്ദീനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസിലും RPFലും പരാതി നൽകിയതായി ഷറഫുദ്ദീൻ വ്യക്തമാക്കി. RPFന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മോഷണക്കേസ് പ്രതി ചാടിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രാമങ്കരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതിയാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട സ്വദേശിയായ വിഷ്ണു ഉല്ലാസാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നത്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനകത്ത് ബാത്റൂമിൽ പോയ പ്രതി ജനൽ വഴി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട മോഷണക്കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ട വിഷ്ണു.